യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോപി നേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. എല്ലാവർക്കും നമസ്കാരം. നവമസ്കന്ധത്തിലെ 18 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ മുഴുവൻ അനുസ്മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചു. എത്ര പറയാൻ പറ്റുമോ അത്രയും പറയുക. കാരണം ഈ നവമസ്കന്ധത്തിൽ നമ്മൾ കടന്നു പോകുന്നത് കുറേയേറെ രാജാക്കന്മാരുടെ വംശ പരമ്പര പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മാവ് നിന്നുണ്ടായിട്ടുള്ള അത്രി, അതുപോലെ ചന്ദ്രൻ, ബുധൻ, പുരൂരവസ്, ആയുസ്, നഹുഷൻ തുടങ്ങി യയാതി വരെയുള്ള ആ വംശം ഗഹനമായിട്ട് തന്നെ വിസ്തരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ വംശകഥകളൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊക്കെ കഥയുണ്ട്. ആ കഥയിലൊക്കെ ഒരു സാരാംശമുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ശ്രീശിവൻ ഒരു കാര്യം സൂചിപ്പിച്ചു. യയാതിയുടെ കഥയൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ യയാതിയുടെ കഥ തൊട്ട് പോകാൻ വശമില്ല. യയാതിയുടെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ മറ്റൊന്നിലേക്ക് കടന്നു പോകാൻ പറ്റിയില്ലെന്ന് വരും. അത്ര ഗംഭീരമാണ് കഥ. ഇനി ഏത് കഥയാണ് ഗംഭീരമല്ലാത്തത് എന്ന് വെച്ചാൽ ഓരോ കഥയിലേക്കും നമ്മൾ ആഴ്ന്നിറങ്ങിക്കഴിയുമ്പോൾ ഇത് ചെറിയ കാര്യമല്ലല്ലോ എന്ന് തോന്നും. കാരണം യയാതിയുടെ കഥ നമ്മുടെ കഥയാണ്, ഇന്നത്തെ കഥയാണ്. അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ കൂടി ഒന്നിച്ചെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള താഴ്ചകളും വീഴ്ചകളും ഒക്കെ അനുസ്മരിച്ച് നോക്കുമ്പോൾ നമ്മളും യയാതി തന്നെയാണല്ലോ എന്ന് തോന്നിപ്പോകും. കാരണം നഹൂഷൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാവിൻ്റെ വംശപരമ്പരയിൽ നിന്നിങ്ങോട്ട് അത്രിയിൽ നിന്നും അതുപോലെ ചന്ദ്രനും ബുധനും പുരൂരവസിനും ഒക്കെ ശേഷം വരുന്ന ആയുസിൻ്റെ മകൻ നഹൂഷൻ, ഈ നഹൂഷൻ്റെ പരമ്പരയിൽ ആണ് യയാതിയുടെ ജനനം. അപ്പോൾ നഹൂഷനെ യയാതിയെ നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. കേട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, വിശദീകരിക്കുന്നില്ല. നഹൂഷൻ ചെറുപ്പത്തിൽ തട്ടിക്കൊണ്ടുപോയതാണ് രാക്ഷസന്മാർ. ഉപേക്ഷിച്ചത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ. അതുകൊണ്ടൊരു ഗുണം കിട്ടി. മൂപ്പരെല്ലാം പഠിച്ചു, വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു. വസിഷ്ഠൻ അക്കൂടെ കുറച്ച് ആയുധ വിദ്യയും കൂടെ പഠിപ്പിച്ചു, നാളെ രാജാവാകേണ്ട ആളല്ലേ എന്ന് കരുതി. അതിനുശേഷം നഹുഷൻ എല്ലാ തരത്തിലുമുള്ള വിദ്യകളുമൊക്കെ നേടി കഴിഞ്ഞപ്പോൾ ദേവലോകത്തേക്കൊരു താൽക്കാലിക നിയമനം. ഇന്ദ്രൻ സ്ഥലത്തില്ല. ഒരു കാര്യം ചെയ്യുക, ഇന്ദ്രൻ വരുന്നത് വരെ നിങ്ങൾ ഈ ദേവലോകത്തിൻ്റെ കാര്യങ്ങൾ, കുറച്ച് അറിവുള്ള ആളെ വേണമല്ലോ. ആരെയെങ്കിലും നമുക്ക് പ്രധാനമന്ത്രിയായിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, കുറച്ച് അറിവൊക്കെ വേണം. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നല്ല അറിവുള്ള ആളാണ്, ധീരനാണ്, വീരനാണ്, പണ്ഡിതനാണ്. അങ്ങനെയുള്ള നഹുഷനെ എടുത്ത് ഇന്ദ്ര പദവി നൽകി കുറച്ച് കാലത്തേക്ക് നിയമിച്ചു എന്നാണ് പറയുക. ഇന്ദ്ര പദവി നൽകി നിയമിച്ചു കഴിഞ്ഞപ്പോൾ അധികാരം കിട്ടിയാൽ അല്പം മതം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് നമ്മളറിയാതെ തന്നെ വന്നു ചേരുന്നതാണ്. കസേരയിൽ കുറേ കാലം ഇരുന്നാൽ ആത്മാവില്ലാത്ത കസേരയ്ക്ക് പോലും ആത്മാവുണ്ടാകുകയും അത് അചിരേടെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും എന്ന് സെക്രട്ടേറിയറ്റിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ആളുകൾക്ക് അനുഭവമുണ്ട്. ഒരു പദവിയിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവ് നമ്മുടെ ഇതിലേക്ക് കയറും. മതം അതാണ് ഈ കെട്ടിപ്പൊക്കിയ വേദികളിൽ ഇരുന്ന് കഴിയുമ്പോഴേക്കും പ്രഭാഷകന് ഒരു മതം കയറും 1 മണിക്കൂർ നേരത്തേക്ക്. അത് പിന്നെ മുൻപിലിരുന്ന ആളുകൾ ഉറങ്ങുന്നത് കാണുമ്പോഴാണ് ആ മതത്തിനൊരു ശാന്തത ഉണ്ടാകുന്നത്. ഭാഗവത പ്രഭാഷകർക്ക് അങ്ങനെ അധികം നമുക്ക് മതിക്കാനാവില്ല, സദസ്യർ അനുവദിക്കാറില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നഹുഷനൊരു മതമുണ്ടായി. അതുകൊണ്ടാണ് സപ്തർഷികളെ പല്ലക്ക് ചുമക്കാൻ വിളിച്ചു എന്നാണ് പറയുക. അന്തഃപുരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പല്ലക്ക് ചുമക്കാൻ ആര് വേണം? അങ്ങനെ ഇരുന്നപ്പോഴാണ് 6-7 പേര് അവിടെ ഒരു മൂലയിലിരുന്ന് ജപിക്കുന്ന കാണുന്നു. നിങ്ങൾക്ക് എന്താ പണി? ഇല്ല, ഞങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമം ജപിക്കുന്നത് പല്ലക്ക് ചുമന്നുകൊണ്ടുമാകാമല്ലോ. ഒരു കാര്യം ചെയ്യുക, എൻ്റെ പല്ലക്ക് എടുക്കുക. പല്ലക്കിലേറിക്കഴിഞ്ഞപ്പോൾ മതം കൂടി. ഇതൊക്കെ മനഃശാസ്ത്രത്തിലുള്ളതാണ് ഇല്ലേ?
വാഹനം ഓടിക്കുമ്പോൾ ഒരു മതം കയറിയാലേ റോഡ് റേജ് എന്ന് നമ്മൾ പറയും. സ്റ്റിയറിങ് കൈ കിട്ടിക്കഴിയുമ്പോൾ എന്തോ ഒരു പവർ എനിക്ക് കിട്ടിയതുപോലെ ആണെന്നൊരു തോന്നൽ. വാഹനത്തിൽ കയറി കഴിഞ്ഞപ്പോൾ നഹുഷനും മതം കൂടി. അതുകൊണ്ടാണ് സർപ്പ നമ്മളും പറയാറുള്ള സർപ്പ എന്ന് പറഞ്ഞാൽ നടക്കൂ, ചലിക്കൂ, മൂവ് ചെയ്യുക, പോട്ടെ ബെല്ലടിച്ചുകൊണ്ട് പോട്ടെ എന്ന് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവർമാരല്ല കണ്ടക്ടറും കിളിയും ചെയ്യുന്നത് അതുപോലെ പറഞ്ഞുള്ളൂ നഹുഷനും സർപ്പ. അപ്പോഴാണ് സപ്തർഷിയിൽ ഒരാളിത് അഗസ്ത്യൻ തിരിഞ്ഞു എന്ന് പറഞ്ഞു, എന്നാൽ നീ കുറേ കാലം സർപ്പമായി പോട്ടെ എന്ന് പറഞ്ഞ് മൂപ്പർ അവിടുന്ന് താഴെ വീണതാണ് സർപ്പമായിട്ട്. യുഗങ്ങൾ എത്ര കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടാണ് യുധിഷ്ഠിരൻ വരുന്നത് വരെ മൂപ്പർ സർപ്പമായിട്ട് കഴിഞ്ഞുകൂടി. ഒരു സെക്കൻഡ്. ഇതൊരു വീഴ്ചയുടെ കഥ. ആ നഹുഷൻ ഏതായാലും സർപ്പമായിട്ട് പോയതുകൊണ്ടാണ് അടുത്ത രാജാവായിട്ട്, ചന്ദ്രവംശ രാജാവായിട്ട് യയാതിയെ നിയമനം കിട്ടിയത്. മൂത്ത മകനെ യതി, അദ്ദേഹം സന്യാസിയായത് പോയതുകൊണ്ട് രണ്ടാമത്തെ യയാതിക്ക് നിയമനം കൊടുത്തു. നീ രാജ്യം ഭരിച്ച് ചന്ദ്രവംശ രാജാവായിട്ടിരിക്കുക. യയാതിയും കഴിവുള്ളയാളാണ്, അറിവുള്ളയാളാണ്. അശ്വമേധയാഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിരാത്രം നടത്തിയിട്ടുണ്ട്, സോമയാഗം നടത്തിയിട്ടുണ്ട്. ഒക്കെ 100 വീതമാണ്. എല്ലാം നടത്തിയിട്ടുള്ള ആളിനും ഓർക്കണേ, ഇതുകൊണ്ട് ആവില്ല, ഒരു നിമിഷം മതി ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോകാൻ. ആ നിമിഷത്തിന് വിലയുണ്ട്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു നിമിഷത്തിന് എന്താണ് വിലയെന്ന്. 12:10 ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് 12:11 സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ പോയി എന്നറിയുമ്പോൾ നമുക്കറിയാം ആ ഒരു നിമിഷം അല്ലെ ആ 1 മിനിറ്റ് ജീവിതത്തിൽ എന്താ മാറ്റം ഉണ്ടായതെന്ന്. എന്ന് പറഞ്ഞതുപോലെ യയാതിയുടെ ജീവിതത്തിലും ഒരു ചെറിയ അപഭ്രംശം സംഭവിച്ചു. എന്താ ചെയ്തത്? 2 ഭാര്യമാരുണ്ടായി. അത് തെറ്റാണോ? ഒരു ഭാര്യ ഉണ്ടാകുന്നത് തന്നെ ഒരു തെറ്റാണ്. 2 ഭാര്യമാരെ ഉണ്ടായി. അതുമാത്രമല്ല, തമ്മിലറിയാതെയിരുന്നു അവർ. ദേവയാനി ഫാദറിലോ ഉഗ്രനാണ്, ശുക്രാചാര്യരാണ്. അതുകൊണ്ടുള്ള ഭയം കൊണ്ട് പറയാതിരുന്നതാണ്. ശർമ്മിഷ്ഠ എന്ന് പറയുന്ന മെയ്ഡ് സെർവൻറ്റിനെ കൂടെ ഭാര്യയാക്കി വെച്ചു. തമ്മിലറിഞ്ഞില്ല അവർ. അഥവാ ദേവയാനി വിവരമറിഞ്ഞില്ല. ദേവയാനി വിവരമറിഞ്ഞപ്പോൾ നേരെ ചെന്ന് അച്ഛനോട് പറഞ്ഞു യയാതിയുടെ കഥ. എന്താ? മൂപ്പർക്ക് വേറൊരു ഭാര്യ കൂടെ ഉണ്ട്, ഇങ്ങനെ കഴിയാൻ എനിക്ക് പറ്റില്ല. യയാതി രാജാവാണെങ്കിലും, നോക്കൂ, നഹുഷിന് പറ്റിയ അതേ അവസ്ഥ പറ്റുക. യയാതി രാജാവാണെങ്കിലും വിളിച്ചു വരുത്തി ശുക്രാചാര്യരൊരു ശാപം കൊടുത്തു. ശാപം എന്താ? ജരാവിശതാം മന്ദവിരൂപ കരണീന്ദ്രിണാം. ജരയും അല്ലെങ്കിൽ വൈരൂപ്യവും നമുക്കറിയാമല്ലോ. വാർദ്ധക്യം എത്തുന്ന ഘട്ടങ്ങളിൽ എല്ലാം കൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒരവസ്ഥയുണ്ട്. നീ ക്ഷീണിതനായി പോകട്ടെ, നിൻ്റെ ശരീരത്തിലെ ഊർജം നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ വൃദ്ധനായി പോകട്ടെ എന്ന്. എത്രാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം പെട്ടെന്ന് വൃദ്ധനാകുന്നത് എന്നറിയില്ല. ഏതായാലും കുറേ കാലം കൂടി ജീവിതം ബാക്കി ഉണ്ടായിരുന്ന സമയത്താണ് പൊടുന്നനവേ ഒരു തിങ്കളാഴ്ച രാവിലെ നമ്മളറിയുന്നു നമ്മൾ വൃദ്ധനായി എന്ന്. നമ്മളറിയില്ല. ശരിക്കും പറഞ്ഞാൽ വാർദ്ധക്യം നമ്മളിൽ കടന്നുകൂടുന്നത് നമ്മളറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലുമൊക്കെ ആൾ അങ്കിളെ എന്ന് കയറി വിളിക്കുമ്പോഴാണ് അത്രയായോ എനിക്ക് പ്രായം. ചില കൊച്ചു കുട്ടികളെ കണ്ടുകൊണ്ട് ചില പറയും മുത്തശ്ശ എന്ന് വിളിക്കുക. എന്നെ മുത്തശ്ശ, ചേട്ടൻ എന്നാണല്ലോ വിളിക്കേണ്ടത്. അല്ല, നമുക്ക് പ്രായമായത് നമ്മളറിയുന്നില്ല, നാട്ടുകാർക്കേ മനസ്സിലാവുള്ളൂ. ഇതുപോലെയാണ് യയാതിക്ക് സംഭവിച്ചത്. നീ വൃദ്ധനായി പോകട്ടെ. ഇത്രത്തോളം വൃദ്ധനാകേണ്ടതുണ്ടോ? ഇത്ര നേരത്തെ വൃദ്ധനാവേണ്ടതുണ്ടോ? യയാതി ഞെട്ടിപ്പോയി എന്നാണ് പറയുക. ഈ അവസരത്തിൽ കൗമാരം, യൗവനം, ജര തഥാ ദേഹാന്തരപ്രാപ്തി എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഒന്നൊന്നിന് പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള കഥ നമ്മൾ മനസ്സിലാകുന്നില്ല, അറിയുന്നില്ല. യയാതി വൃദ്ധനായതിന് ശേഷം അപ്പോഴാണ് വാർദ്ധക്യമെന്ന് പറയുന്ന ചിന്ത. വാർദ്ധക്യം കഷ്ടമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയുക. കഷ്ടതയുടെ കാലമാണ് വാർദ്ധക്യം. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ എല്ലാവരും ചെറുപ്പക്കാരായത് കാരണം അവർക്കറിയില്ല. വൃദ്ധരായിട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളറിയാത്ത 4 ഘട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. വാർദ്ധക്യം വിട്ടുപോകലിൻ്റെ കാലമാണ്. എന്തൊക്കെ വിട്ടുപോകും? 60 മുതൽ 60 തുടങ്ങണമെന്ന് വെച്ചാൽ നമുക്ക് 60 മുതൽ എളുപ്പത്തിൽ നോക്കാം. യൗവനമൊക്കെ കഴിഞ്ഞ് 60 മുതൽ 70 വരെ, 70 മുതൽ 80 വരെ, 80 മുതൽ
90 വരെ, 90-ന് ശേഷം 4 ഘട്ടമായിട്ട് തിരിക്കാം. ഈ 60-ലാണ് ആദ്യത്തെ വിട്ടുപോകൽ. ജോലിയുള്ള ആളിനെ കർമ്മരംഗം ഉപേക്ഷിക്കും. ആദ്യത്തെ ഉപേക്ഷ കർമ്മരംഗമാണ്. കർമ്മം ഉപേക്ഷിക്കല്ല, കർമ്മരംഗം നമ്മളെ ഉപേക്ഷിക്കും. സെൻഡ് ഓഫ് ഫോട്ടോ എടുത്ത് ജീവനക്കാർ, സഹപ്രവർത്തകർ വീട്ടിൽ കൊണ്ടുവിടുന്ന ആ ഘട്ടത്തിലാണ് ആദ്യത്തെ ഉപേക്ഷ. കുറച്ച് കാലത്തേക്കൊരു സ്ട്രഗിളാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു, എൻ്റെ എന്താ പറയുക, ബാഡ്ജായിരുന്നു നഷ്ടപ്പെട്ടു പോയത്. ഇനിമേലിൽ റിട്ടയേർഡ് ഇന്നയാൾ എന്നറിയേണ്ടി വരും. വിഷമമുള്ളതാണല്ലേ. അപ്പോൾ കുറേ കാലം ഞാൻ ജോലിയിൽ ഇന്ന കാലത്ത് ഇതായിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തായിരുന്നു. സഹപ്രവർത്തകരെ അങ്ങോട്ട് വിളിക്കുക, തിരിച്ചിങ്ങോട്ട് വിളിക്കുക. മനസ്സ് വിടില്ല, മനസ്സങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. എന്താ വിട്ടു, നിൻ്റെ കർമ്മരംഗം നിന്നെ വിട്ടു കഴിഞ്ഞു. അപ്പോഴേക്കും പതുക്കെ വീട്ടിലേക്ക് ശ്രദ്ധ പതുക്കെ തുടങ്ങും. അങ്ങനെയാണ് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങുന്ന കാലവാദം. 70 കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ സമൂഹം. അപ്പോഴാണ് ചിലർ കരയോഗം പ്രസിഡൻറ്റ്, അമ്പലം കമ്മിറ്റിയുടെ സെക്രട്ടറി, ഉപസഭ സെക്രട്ടറി, ഇങ്ങനെയുള്ള ഒരു പദവിയൊക്കെ ഏറ്റെടുക്കും. ഇപ്പോൾ എന്താ, ഇപ്പോൾ സാമൂഹ്യ രംഗത്ത് കർമ്മരംഗം വിട്ടു. സാമൂഹ്യ രംഗത്ത് 70 മുതൽ 80 വരെ അങ്ങനെ വിരാജിച്ച ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്കും പതുക്കെ പുതിയ ആളുകൾ, ഒരു വയസ്സായ ഒരാളായിരിക്കുന്ന അങ്ങേരെ ഒന്ന് മാറ്റി കിട്ടിയാൽ നന്നായിരുന്നു. നമ്മളറിയാതെ തന്നെ രണ്ടാമത്തെ ത്യാഗം, സാക്രിഫൈസ്, നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതല്ല, സമൂഹം പുറത്താക്കി. രണ്ടാമത്തെ രംഗത്ത് സമൂഹം പുറത്താക്കി. പിങ്ങനെ വരുമ്പോഴത്തേക്കാണ് മുൻ അമ്പലം കമ്മിറ്റി പ്രസിഡൻറ്റ്, അതാ അങ്ങനെ നടക്കല്ലിരിക്കുന്നത്, സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഗോപുരം പണിത് ഞാനാണെന്നൊക്കെ അദ്ദേഹം ആത്മകഥം ചെയ്യുന്നത് കേൾക്കാം നമുക്ക്. 80 ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആ ചാരികസേര ഒരു ഇരിപ്പുണ്ട്. കർമ്മരംഗം വിട്ടു, സാമൂഹ്യ രംഗം വിട്ടു, പിന്നെയുള്ളത് ഗൃഹത്തിലുള്ള അവസ്ഥയാണ്. പതുക്കെ വീട് ഉപേക്ഷിക്കുന്ന കാലഘട്ടമാണ് 80-90. വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെയാണ് ജീവിതം. 80 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ വീട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊക്കെ ഉപേക്ഷിക്കും. നമുക്ക് വല്ലപ്പോഴും ഒന്ന് പറയാനുള്ള എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടാം. പണ്ട് നേരത്തെ കിട്ടിയിരുന്ന പരിഗണന ലഭിച്ചു എന്ന് വരില്ല, നിർബന്ധ ബുദ്ധി ഒന്നും നടന്നു എന്ന് വരില്ല. പതുക്കെ നമ്മൾ മനസ്സിലാക്കും വീടും ഉപേക്ഷിച്ചു. എന്നാൽ ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി 90 ആകുമ്പം ഭാഗവതം തുറക്കും നമ്മൾ. അപ്പോഴേക്കും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, കാഴ്ച പറ്റുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല, 2 ലൈൻ വായിക്കുമ്പോഴേക്കും ഉറക്കം വരുന്നു. 90 കഴിഞ്ഞാൽ ഭൂമി ഉപേക്ഷിച്ചു എന്നർത്ഥം. അങ്ങനെ അതാണ് 4ാമത്തെ ഘട്ടം, ഭൂമിയും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുക. ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ. അതുകൊണ്ട് ഈ ഒരു പരിതസ്ഥിതി ഇത്രയുമായിട്ടും അഹോ മഹീയസി ജന്തോ ജീവിതാശ, നമുക്ക് പിന്നെയും ജീവിക്കണമെന്നുള്ള ആശ മാത്രം ബാക്കി നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്, വസ്തുക്കൾ നമ്മളെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വസ്തുവിനെ ഉപേക്ഷിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. നമുക്കെങ്ങനെ ഈ മാറ്റങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തീവണ്ടി പോകുന്നത് നോക്കി നിൽക്കുന്നത് പോലെ. ഇതിൽ ഒരു ഡബ്ബയിൽ കയറണമെന്ന് വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ ഇതാണ് S3 ഏതാണ്, M1 ഏതാണ്, A1 ഏതാണ്, ഇതല്ല കാണാനാണ് നിൽക്കുന്നതെങ്കിലോ ഓരോന്നങ്ങനെ പോകുന്നതും ആളുകൾ കയറുന്നതും ഉരുണ്ട് വീഴുന്നതും ഒക്കെ കണ്ട് രസിച്ചിരിക്കാം. ഇത് ആ ഘട്ടത്തിലേക്ക് കാഴ്ചക്കാരനായിട്ട് മാറാൻ യയാതി പറഞ്ഞു, എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നതൃപ്തോ വിഷയശ്വഹം, എനിക്കിപ്പോഴും വിഷയങ്ങളിൽ നിന്ന് മതിയായിട്ടില്ല, കുറച്ചുകൂടി ഒരു ബാക്കിയുണ്ട്, കുറച്ചുകൂടി ഒന്ന് ജീവിതം ആസ്വദിക്കണമെന്നുണ്ട്. ശുക്രാചാര്യ പറഞ്ഞു, ഏതായാലും ഞാനൊരു ശാപം തന്നതാണ്, തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല, മറ്റൊരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും തയ്യാറാണെങ്കിൽ മൂപ്പർക്ക് എക്സ്ചേഞ്ച് ചെയ്തോളൂ. അദ്ദേഹത്തിൻ്റെ യുവത്വം നിങ്ങൾ വാങ്ങുക, നിങ്ങളുടെ വാർദ്ധക്യം അങ്ങോട്ട് കൊടുക്കുക. അതാരാണ് എടുക്കാൻ സാധിക്കുക? ആരേക്കും? ആര് വാങ്ങും? നമ്മുടെ വാർദ്ധക്യം അങ്ങോട്ട് തരാം, യുവത്വം ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞാൽ ആരും തയ്യാറാവില്ല. യയാതി 5 മക്കളുണ്ടായിരുന്നു. ഓരോരുത്തരെയും വിളിച്ചു, യദു ഉൾപ്പെടെയുള്ള മക്കളെ വിളിച്ചു ചോദിച്ചു, അപ്പോഴേ ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ യുവത്വം ഇങ്ങ് തരിക, വാർദ്ധക്യം അങ്ങോട്ട് തരാം. ആരും സമ്മതിച്ചില്ല. ഒടുവിൽ പുരു എന്ന് പറയുന്ന ഇളയ മകൻ മാത്രം സമ്മതിച്ചു എന്നാണ് പറയുക. എന്താ പുരു വാങ്ങാൻ കാരണം? ഇവിടെ നമ്മൾ പറയുന്നത്
മാതാപിതാക്കളുടെ കാര്യങ്ങൾ കുര്യാത് കർത്തോ ചരിതം പിതൃക്കൾ പറയുന്നത് കേൾക്കണം, അച്ഛൻ പറയുന്നത് കേൾക്കണം, അതല്ലെങ്കിൽ അത് അത്തരം ആളുകളെ അധമന്മാരെന്ന് വിളിക്കും, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്നാണ് പുരു പറഞ്ഞത്. പുരുവിനെ അനുഗ്രഹിച്ചു. ഒരു ബാർഗെയിനിങ് ആയിരുന്നു, ഒരു കച്ചവടമായിരുന്നു പുരുവിനെ രാജാവായതുകൊണ്ട്. അതുമാത്രമല്ല, പുരു എന്തേ വാർദ്ധക്യം സ്വീകരിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആധുനിക നില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നുമുണ്ട് ഒരുപാട് പുരുക്കന്മാരുണ്ട് വാർദ്ധക്യം സ്വീകരിച്ചവർ. പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ, കലിയുഗത്തിലെ 7000 വർഷം കഴിഞ്ഞ് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളം പുരുക്കന്മാരുണ്ട്. ഞാൻ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് മേനോൻ സാറിനെ കാണാൻ ചെന്നപ്പോഴാണ്, ഉച്ചയ്ക്ക് 2:30-3 മണിയായപ്പോഴാണ് ചെന്നത്. വെയിൽ പതുക്കെ പടിഞ്ഞാറ് ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 87 വയസ്സായിട്ടുള്ള അമ്മ മുറ്റത്തെ കരികില അടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ എന്തോ ഉണക്കുകയോ ഒക്കെ വെയിലത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതിലെയൊക്കെ നടന്ന് എന്തോ പ്രവർത്തനം ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചു, കുട്ടികളൊക്കെ ഇല്ലേ ഇവിടെ? ഉണ്ട്, കുട്ടികളുണ്ട്, 4 കുട്ടികളാണ് ഉള്ളത്. അവരൊക്കെ ഉറങ്ങുക. അവർ എവിടെ? അവരുടെ മുറിയിൽ. അതെന്താ? അവർക്ക് ക്ഷീണമാണ്. അതെന്താ ക്ഷീണം? രാവിലെ 9:30 ആകും എഴുന്നേക്കാൻ. അതിൻ്റെ ഒരു ക്ഷീണം കാണുമല്ലോ, അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങും. കുറേ കഴിഞ്ഞപ്പോൾ 4 മക്കളും എഴുന്നേറ്റ് വന്നു. ഉറക്കച്ചടവുള്ള മുഖം, കൺപോളകൾ വീർത്തിരിക്കുന്നു. നടു അവർക്ക് നിൽക്കാൻ വയ്യ, അവർ ഇരിക്കണം. അവർക്ക് ആലോചിച്ചു പോയി, ദൈവമേ, യയാതിയുടെ കയ്യിൽ നിന്ന് വാർദ്ധക്യം വാങ്ങിയ പുരുക്കളാണല്ലോ പുതിയ തലമുറ എന്ന് ആലോചിച്ചു പോയി. പുതിയ തലമുറയ്ക്കൊന്നും വയ്യ. ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞതല്ല. ഹൈസ്കൂൾ ക്ലാസ്സിൽ ചെന്ന് നോക്കുക, 75% കുട്ടികൾക്കും കോൺസ്റ്റിപ്പേഷനാണ്, ശോധനയില്ല. 90 കഴിഞ്ഞ് വരേണ്ട അസുഖമായത്. പുതിയ തലമുറ എങ്ങനെയാണ്? വാർദ്ധക്യം നേരത്തെ വാങ്ങിച്ചു വെച്ചവരാണ്. ഇവിടെ ഏതായാലും വേദവ്യാസൻ നേരത്തെ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള പുരുക്കളും കലിയുഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യയാതിയുടെ കഥയ്ക്ക് അനവധി മാനങ്ങളാണുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവാം, VS ഖണ്ഡേക്കർ. VS ഖണ്ഡേക്കറുടെ വിഷ്ണു ഖണ്ഡേക്കറാണ്. വിഷ്ണു ഖണ്ഡേക്കർ ടീച്ചറായിരുന്നു. മൂപ്പര് 300ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, 10-15 ഗംഭീര നോവലുകൾ. ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു നല്ല നോവൽ എഴുതണമെന്ന് തോന്നി മൂപ്പർക്ക്. ഖണ്ഡേക്കർ കടൽക്കരയിലിരുന്നാണ് എഴുതുക എന്നാണ് കേട്ടിരിക്കുന്നത്. കടൽക്കരയിൽ ഒരു ചാരുകസേരയൊക്കെ ഇട്ട് കടലാസുമൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ചു ഏതാണ് എഴുതേണ്ടത്. ഒരു നല്ല നോവൽ, ഗംഭീരമായിട്ടുള്ള ഒരു നോവൽ എഴുതണം. ആലോചിച്ച് വിഷ്ണു പുരാണവും ഭാഗവത പുരാണവും മത്സ്യപുരാണവും ഭാഗവതം ഒക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് കിട്ടിയ കഥയാണ് യയാതി. അപ്പം ഖണ്ഡേക്കറുടെ യയാതി മനോഹരമാണ്. ആ പുസ്തകം നോവലാണ്. നമ്മളങ്ങനെ കഥ ലയിച്ച് വായിച്ചു പോകും. അതിൻ്റെ മലയാളം വിവർത്തനമൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. 1970 70 74 മറ്റോ ആണ് അതിന് ജ്ഞാനപീഠ അവാർഡും കിട്ടി, യയാതിയുടെ കഥ. കാരണം അദ്ദേഹം എടുക്കാൻ കാരണം ഇത് മുഴുവൻ ആധുനിക കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ വിഷയം വിട്ടുപോകേണ്ട. ഏതായാലും ഈ ഒരു മാറ്റം, യയാതിക്ക് യയാതിയുടെ വാർദ്ധക്യം സ്വീകരിച്ചു, യയാതി പുരുവിൻ്റെ യുവത്വവും അല്ലെങ്കിൽ യൗവന കാലവും സ്വീകരിച്ചു എന്നാണ് പറയുക. അങ്ങനെ രണ്ടുപേരും കുറേ കാലം പുരു അകത്ത് കട്ടിലേ കിടന്നുറങ്ങും, നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ പുരുക്കന്മാരെ പോലെ. മറ്റേ സ്മാർട്ട് ഫോണോ മൊബൈലോ ഉണ്ടായിരുന്ന അത് നോക്കി കയ്യിൽ നിന്ന് വഴുതി വീണുറങ്ങുന്നവരാണല്ലോ നമ്മുടെ തലമുറ. ഇത് അദ്ദേഹം വെറുതെ ചാരികസേലയിൽ കിടന്നു. യയാതി യൗവനം ആസ്വദിച്ച് കുറേ കാലം കഴിഞ്ഞു എന്ന് നമ്മുടെ ഭാഗവത ഗ്രന്ഥം പറയുന്നു. പക്ഷേ ഖണ്ഡേക്കറുടെ യയാതിയിൽ പറയുന്ന അങ്ങനെയല്ല. കുറച്ച് തന്നപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഈ വാങ്ങിക്കുന്നത് വാർദ്ധക്യത്തിനെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ദേവയാനിയെ വിളിച്ചിട്ട് പറഞ്ഞു, പൂർണ്ണം വർഷസഹസ്രം മേ വിഷയാൻ സേവതോസകൃത്. ഇത്രയും കാലം ഞാൻ ഭാഗവതം പറയുന്നത് വർഷങ്ങളോളം അദ്ദേഹം ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ വിരക്തി ഉണ്ടായി. എന്നിട്ടെന്താ? ആത്മാനന്നാഭിജാനാമി മോഹിതം സ്തവ മായയാ. മായ അഥവാ നമുക്കറിയാം എന്താ? മോഹത്തിൽ വീണുപോയ ആളുകൾക്ക്, മായയിൽ വീണുപോയ ആളുകൾക്കൊരു അവർക്കൊരു പ്രശ്നമുണ്ട്. തങ്ങൾ വീണിരിക്കുന്നത് മായയിലാണെന്ന് അറിയുന്നില്ല.
അതുകൊണ്ടേ കുഴപ്പം. മായയിൽ വീണു എന്നുള്ള വിവരം വീണിരിക്കുന്ന ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചു തരില്ല. മായയ്ക്കുള്ളിൽ ഏതിലാണോ ഇല്ലാത്തത് അതിൽ വീണുപോയി ആളിനെ എങ്ങനെയാണ് കുലുക്കി ഉണർത്തി. ഇരുട്ട് മുറിയിൽ കറുത്ത പൂച്ച, ടോർച്ചില്ലാതെ നമ്മൾ കടന്നു ചെല്ലുക, അതാണ് അവസ്ഥ. മായയാണ് ചുറ്റും നടക്കുന്നത് മുഴുവൻ സിനിമയിലെ എന്ന പോലെ രംഗങ്ങളൊക്കെ നമ്മൾ അതിൽ ജീവിക്കുക. ഈ അവസരത്തിൽ ഇതിൽ നിന്ന് മോചിതനാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ മായയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു മായയാണ്, തോന്നലാണ്. കുറച്ച് കാലഘട്ടങ്ങളാണല്ലോ അല്ലേ? നമ്മുടെ യൗവനം നമ്മുടെ തോന്നലായിരുന്നു, പറഞ്ഞാൽ മനസ്സിലാവില്ല. തോന്നലല്ല, ആൽബം കയ്യിലുണ്ടായിരുന്നു, ആൽബം വേറൊരു തോന്നലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് 30 അല്ലെ കുറേ കാലഘട്ടം നമ്മുടെ ചില രാജകുടുംബത്തിലൊക്കെ ഉണ്ട്, മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോ നിരത്തി വെക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ അതുമില്ല. നമ്മൾ വലിയ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തൂക്കാൻ. അത് വേറെ 2 അപ്പൂപ്പന്മാർ വന്നു കഴിയുമ്പോൾ ഇത് മാറിപ്പോവും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് പഞ്ചായത്ത് ഓഫീസിലൊക്കെ ചെന്ന് അന്വേഷിക്കണം. എനിക്കൊരു മുത്തശ്ശനുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വല്ല ഡേറ്റ് ഓഫ് ബർത്തോ വല്ലതും ഉണ്ടോ? ആരുമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എത്ര ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി. എന്നിട്ടും നമ്മുടെ ജീവിതകാലം മുഴുവൻ ആരും ഓർക്കുന്നില്ല എന്ന് വരുമ്പോഴേക്കുമാണ് ആസ്വദിക്കേണ്ടതാണ്. ചിരിക്കേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന്. ആസ്വദിക്കേണ്ട കാലഘട്ടമാണ്. വാർദ്ധക്യത്തിന് അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം വാർദ്ധക്യമാണ്. പറയുന്നത് അറിവില്ലാത്തവനാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം, എഴുതി വെച്ചോളൂ. യൂത്ത് ഈസ് ബ്യൂട്ടിഫുൾ, ഓൾഡ് ഏജ് ഈസ് കംഫർട്ടബിൾ. ഇത്രയും സുഖവും ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന കാലഘട്ടം വേറെ ഒന്നുമില്ല. ആരോടും ചോദിക്കാനില്ല. ഒരു മനുഷ്യൻ നമ്മളോട് ബസ് കയറാൻ ചെല്ലുമ്പം സ്കൂൾ ബാഗും ഒക്കെ എടുത്ത് പോയ കാലഘട്ടത്തിൽ ബസ്സിലിരിക്കുന്നവരും ഒക്കെ വിളിച്ച് പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഓടി വന്ന് കയറുക. ഇപ്പോൾ ആരും ഓടിവാ എന്ന് പറയാറില്ല. പതുക്കെ മതി കേട്ടോ. ഇത്രത്തോളം ഒരു പരിഗണന ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ വാർദ്ധക്യമെന്ന് തോന്നാറുണ്ട്. വീണ്ടും വിചാരം, കയ്യിൽ നിന്നൊരു സാധനം താഴേക്ക് പോയാൽ പണ്ട് ചാടി കുനിഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പോൾ അതല്ല, കയ്യിൽ നിന്നും താഴെ വീണാൽ അത് ആവശ്യമുള്ളതാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. കാരണം കുനിഞ്ഞാൽ ചിലപ്പോൾ നിവരില്ല. വീണ്ടും വിചാരം വരുന്ന കാലഘട്ടമാണ്. മോശമല്ല, അതും നല്ല കാലഘട്ടമാണ്. ചെവി കേൾക്കാൻ വയ്യാതെ വരിക. ചിലർ വിഷമിച്ച് പറയാറുണ്ട്, കണ്ണ് കാണാൻ മേല, കണ്ണിന് കാഴ്ച കുറവാണ്. നന്നായില്ലേ? അല്ലെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളുടെ മനസ്സിലുള്ള നമ്മുടെ രൂപം ഇങ്ങനല്ല. അതുകൊണ്ട് കണ്ണിന് കാഴ്ച കുറയുന്നെങ്കിൽ നാട്ടുകാരും വീട്ടിലുള്ളവരും നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കാതിരിക്കാണ് ചെവിയുടെ കേൾവി അല്ലെങ്കിൽ ശക്തി കുറയ്ക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവമൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമായിട്ട് നമുക്ക് വാർദ്ധക്യത്തെ കാണാവുന്നതേ ഉള്ളൂ. യയാതിക്ക് തിരിച്ചറിവുണ്ടായത് വളരെ വൈകിയാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ജീവിതം നമ്മുടെ ചെവിയിൽ നിന്ന് പറയുകയാണ്, ഇതും സ്ഥിരമല്ല കേട്ടോ, ഇതും പോകും. ഇതും സ്ഥിരമല്ല കേട്ടോ, ഇതും കടന്നു പോകും. യൗവനം വരുമ്പോഴും അപ്പോൾ നമ്മൾ കേട്ടില്ല, ഇപ്പോൾ നമ്മൾ ചെവി ശ്രദ്ധിക്കുകയാണെങ്കിൽ പറയും, ഈ ജീവിതം നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് കേൾക്കാം, ഇതും സ്ഥിരമല്ല കേട്ടോ, കടന്നു പോകും. ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, 10 മണിക്കൂർ 12 മണിക്കൂർ ക്യൂ നിന്ന് 18-ാം പട്ടി കയറി നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്. എന്നിട്ട് ആ 18-ാം പടിയുടെ മുകളിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ ഇരുമുടിയൊക്കെ കാലിയാണല്ലോ, തോളത്തങ്ങോട്ട് ഇട്ടുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം വരെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ കാണും. ഒരു സഹതാപം തോന്നും. ഇനി ഇവരെപ്പോഴാണ് ഇവിടെ തൊഴുത് തിരിച്ചു പോകുന്നത്? ഇതാണ് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ. യുവാക്കളെയും കുട്ടികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് ദൈവമേ, ഇനി എന്തെല്ലാം അനുഭവിച്ചാണ് ഇവർ മുകളിൽ നമ്മുടെ അവസ്ഥയിലെത്തുന്നത്. നമ്മളൊക്കെ ബ്ലസ്ഡ്. അത് ഞാൻ പ്രദീപ് വർമ്മയുടെ കാര്യമല്ലേ, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ സന്തോഷിക്കേണ്ട, നിങ്ങൾക്കിനി ഒരുപാട് കാലഘട്ടം കാത്തിരിക്കേണ്ടി വരും ഞങ്ങളുടേതായിട്ടുള്ള ഈ സുവർണ കാലഘട്ടത്തിലെത്താൻ. സാരമില്ല, പതുക്കെ എത്തിക്കും. ഇവിടെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ വില, ജോൺ ഡി റോക്ക്ഫെല്ലർ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം,
ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും പണക്കാരനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുക റോക്ക്ഫെല്ലറിനെ കുറിച്ച്. ലോക കോടീശ്വരൻ. 15-16 വയസ്സുള്ളപ്പോൾ പാവപ്പെട്ടവനായിരുന്നു, ഒരു പണവും ഇല്ലാത്ത, ഭക്ഷണത്തിന് പോലെ വിഷമിച്ച വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞു പ്രവർത്തനവും ബിസിനസ്സിലുള്ള വൈദഗ്ധ്യമൊക്കെ കൊണ്ട് ധാരാളം പണം സമ്പാദിച്ചു. 43 ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയുടെ മുതലാളിയായി. 53-ാമത്തെ വയസ്സായപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. പക്ഷേ 53-ാമത്തെ വയസ്സായപ്പോഴേക്കും വേറൊരു കുഴപ്പം പറ്റി. പണമെന്ന് പറഞ്ഞാൽ ഏത് നേരവും അദ്ദേഹം പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. റോക്ക്ഫെല്ലർ ഓരോ കപ്പൽ പുറപ്പെടുമ്പോഴേക്കും അതിന് കൊടുക്കേണ്ട ടാക്സ് അദ്ദേഹം എഴുതി വെക്കുമായിരുന്നാണ് പറയുന്നത്. എന്നിട്ട് പറയും ടാക്സ് കൊടുക്കാതിരിക്കാൻ എന്താ വഴി? 25,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുമ്പോഴേ $250 ടാക്സ് കൊടുക്കാൻ അദ്ദേഹം വിഷമിച്ചു. അങ്ങനെ പണം സമ്പാദിച്ച് 53-ാമത്തെ വയസ്സായപ്പോഴേക്കും ശരീരം ക്ഷീണിച്ചു. ബിസ്ക്കറ്റും വെള്ളവും മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്, ജോൺ, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇതിലേതാണ് വേണ്ടത്? ലൈഫ് ഓർ മണി? പൈസ വേണോ ജീവിതം വേണോ? 53-ാമത്തെ വയസ്സിലാണ് മരിക്കുമെന്നുള്ള ഘട്ടമായി. ഇനി നിങ്ങൾ അധികകാലം തുടരില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ, ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചു. അതിലേക്ക് 95% പണവും നീക്കി വെച്ചു. ബാക്കി 5% എന്ന് പറയുമ്പോൾ തന്നെ കോടികൾ വരും. 95% നീക്കി വെച്ചിട്ട് പറഞ്ഞു, ബിസിനസ് ഇനി നിങ്ങൾ തന്നെ നടത്തുക, ഞാനിനി വിശ്രമിക്കട്ടെ. 53-ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. വനത്തിൽ പോയി എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അദ്ദേഹം മറ്റുള്ള കഥകളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യമില്ലാത്ത ടെൻഷനുകളിൽ നിന്നൊക്കെ മനസ്സങ്ങോട്ട്, മറ്റേ രാത്രി കിടക്കുമ്പോൾ ചിന്തയാണ് ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിന്, മായയ്ക്കുള്ളിൽ ജീവിച്ച് മായയെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ ചിന്ത തന്നെ മായയാണെന്നറിയാതെ കിണറ്റിൽ കിടക്കുന്ന അവസ്ഥ. ഒരു വീട്ടിലെ പ്രായമായിട്ടുള്ള ഒരു കാരണവരോട് മകൻ, രാത്രി ഉറക്കമില്ല, യുവാവായിട്ടുള്ള മകൻ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൂപ്പൻ പതുക്കെ ചോദിച്ചു, പ്രായമായ കാരണവർ പതുക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? രാവിലെ 5000 രൂപ എനിക്ക് രാമൻകുട്ടിക്ക് കൊടുക്കണം. ഏത് രാമൻകുട്ടി? നമ്മുടെ ആ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള രാമൻകുട്ടിക്ക് 5000 രൂപ കൊടുക്കണം. എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്ത് ചെയ്യും? രാമൻകുട്ടി രാവിലെ 8 മണിയാകുമ്പോൾ ഇവിടെ വരും. അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക. അല്ല, അതിനിപ്പം നീ കിടന്നുറങ്ങ, ഏതായാലും ഉറങ്ങാൻ എനിക്ക് പറ്റില്ല, ഞാനിങ്ങനെ ഉറങ്ങും. അപ്പൂപ്പൻ കിടന്നുറങ്ങിക്കോ, ഞാൻ മാത്രമല്ലേ വിഷമിക്കാനുള്ളൂ, ഞാൻ വിഷമിച്ചോളാം. അല്ല, ഇപ്പം ഞാനും കൂടെ എഴുന്നേറ്റിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? നിൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ല. എന്നാൽ നീ രാമൻകുട്ടി രാവിലെ വരുമ്പോഴേക്കും വിവരം പറയാം. അല്ല, അതുവരെ എനിക്ക് ചിന്തിക്കാൻ, എനിക്ക് കൊടുക്കാൻ പണമില്ല. അപ്പൂപ്പനൊരു കാര്യം ചെയ്യാം, അപ്പൂപ്പനൊന്ന് എഴുന്നേറ്റിരുന്നാൽ എനിക്കൊരു സമാധാനമാകും, വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നെങ്കിലും വിചാരിക്കും. പ്രായമായ കാരണവർ പറഞ്ഞു, എന്നാൽ ഞാൻ ഒരാളിനെ കൂട്ടത്തിൽ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് നേരെ അപ്പുറത്തെ വാതിൽ തുറന്ന് രാമൻകുട്ടിയെ വിളിച്ചു. രാമൻകുട്ടി, എന്താ? അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്താ അമ്മാവാ, നിനക്ക് നാളെ രാവിലെ 5000 തരാനില്ല ഇവൻ, അത് തരികയില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങി. എന്താ പറ്റി? ഇനി രാമൻകുട്ടി ഉറങ്ങുകയില്ല, നീയും ഉറങ്ങില്ല. ലോകത്തിൻ്റെ ചരിത്രം ഇതാണ്. നമുക്കെന്തെങ്കിലും പണം മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, പണം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം, പണം ടെൻഷൻ കൊണ്ടുവരും, കർമ്മം ടെൻഷൻ കൊണ്ടുവരും. ടെൻഷൻ കൊണ്ടുവരുന്ന കർമ്മത്തിനെയാണ് നമ്മൾ സംഘമായിട്ടുള്ള ബന്ധപ്പെട്ട കർമ്മം ബന്ധനമാക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ എ കർമ്മം വിത്തൗട്ട് ടെൻഷൻ ഈസ് കോൾഡ് നിഷ്കാമ കർമ്മം. റിസൾട്ട് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിക്കുന്നത് നിഷ്കാമ കർമ്മം. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മെല്ലെ 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 നമ്മൾ, ഇതിനൊക്കെ അർത്ഥരാഹിത്യമാണ്, ഇതിലൊന്നും കഥയില്ല. ഞാൻ എന്തെല്ലാം കാര്യം പറഞ്ഞാണ് ചെറുപ്പകാലത്ത് വിഷമിച്ചു കൊണ്ടിരുന്നത്. ഡൈ ഗ്രേസ്ഫുള്ളി. യയാതിയുടെ കഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നതല്ലേ, നമ്മൾ സൂചിപ്പിച്ച് വെക്കുന്ന ഇതാണ്. ശാന്തമായി അന്തസ്സോടുകൂടി മനോഹരമായിട്ട് നമുക്കൊന്ന് മരിക്കണം. വേണ്ടേ? വേണ്ടതാണ് സത്യത്തിൽ. കാരണം ജീവിതത്തിൽ എല്ലാ കാര്യവും നമ്മൾ ആഘോഷിക്കാറുണ്ട്.
നമുക്ക് സ്കൂളിൽ പോകുന്ന ആദ്യത്തെ സ്കൂളിൽ ആദ്യം ചെല്ലുന്ന ഒരു പ്രവേശനോത്സവം, സ്കൂൾ പരീക്ഷ പാസ്സാകുന്നത്, കോളേജിലെ ഡിഗ്രി എടുക്കുന്നത്, കല്യാണം. എത്ര കാലം മുമ്പ് തുടങ്ങും കല്യാണത്തിനുള്ള ഒരുക്കം? ഡേറ്റ് തീരുമാനിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും. സാരി വാങ്ങിക്കുകയോ സ്വർണം വാങ്ങിക്കുക, അതിനുള്ള പണം സൂക്ഷിക്കുക. എന്താ നമ്മൾ മരണത്തിനെന്താ ഒരുങ്ങാത്തത്? സത്യത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ടതല്ല, ത്രില്ലടിച്ചിരിക്കേണ്ടതാ. എന്താ എന്നാണെന്നറിയില്ല, വലിയ താമസമില്ല ഒരു മരണം ഉണ്ടാകും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഊർജ്ജമാണ് നമ്മളെ ചലിക്കുക. എന്താ അമ്മാവ നേരത്തെ എഴുന്നേറ്റത് എന്ന് ചോദിച്ചാൽ മരിക്കാറായി, അതിനുള്ള ഒരുക്കങ്ങൾ വേണ്ടേ? അത്ര രീതിയിൽ മരണത്തിന് തയ്യാറായിരിക്കണം. അത് കാരണം ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രഥമൻ ആണ് മരണം. ഈ പ്രഥമൻ എന്താ? സദ്യയുടെ ഏറ്റവും ഒടുവിൽ വിളമ്പുന്ന സാധനത്തിന് പ്രഥമൻ എന്ന പേരിട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രഥമൻ ആദ്യം എന്നാണ്, അത് ആദ്യം വിളമ്പേണ്ടതാണ്. എന്താ ഈ ഒടുവിൽ കൊണ്ടിടാൻ കാരണം, അല്ലെങ്കിൽ ആ പേരിടാൻ കാരണം? ഏറ്റവും ആസ്വാദ്യകരമായ അവസ്ഥയാണ് ജീവിതത്തിൻ്റെ എന്ന സദ്യയാണെങ്കിൽ അതിലെ പ്രഥമനാകുന്നു മരണം. കാത്തിരുന്നാൽ മതി. നമ്മളൊക്കെ ഏതാണ്ടൊക്കെ ഇലയൊക്കെ വൃത്തിയായി വന്നിരിക്കുകയാണ്. ഇനി ആ വലിയ തൊട്ടി എടുക്കുന്നത് നോക്കി ഇങ്ങോട്ട് ഇരിക്കുകയാണ്, വരട്ടെ. അതാണ് ഡൈ ഗ്രേസ്ഫുള്ളി. മനോഹരമായി ആസ്വാദ്യതയോടുകൂടി നമുക്ക് മരണത്തെ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അതിന് വേണ്ടത് എന്താണ്? യയാതി പറഞ്ഞിരുന്നത് ഇതാണ്: ഇത്രയും വർഷമായിട്ട് കാത്തിരുന്നു, ഒന്നും മതിയായില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, റിനൗൺസിയേഷൻ, ത്യാഗം. അതിനെക്കുറിച്ച് മെല്ലെ 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 കൈവശത്ത് നിന്ന് ഗൃഹത്യാഗം. ആദ്യത്തെ ത്യാഗം വേണ്ടത് ഗൃഹം ത്യജിക്കണം എന്ന് പറയുക. വീട് ത്യജിക്കാനല്ല പറയുക. എവിടെ പോയിരിക്കും? പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, പ്രഹ്ലാദൻ്റെ ഉപദേശങ്ങളിലൊക്കെ ഉണ്ട്, ഹിത്വാത്മപാദം ഗൃഹം അന്ധകൂപം വനംഗതോ. വീട് ഉപേക്ഷിച്ചിട്ട് പോക്കോളൂ. ഏത് വീട് ഉപേക്ഷിക്കാനാണ് പറയുന്നത്? താമസിക്കുന്ന വീട് ഉപേക്ഷിക്കാനല്ല. താമസിക്കുന്ന വീട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അർത്ഥം മാറ്റിയെടുക്കണം. ഗൃഹം എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയാണോ നമുക്ക് കംഫർട്ട് തോന്നുന്നത് അതാണ് ഗൃഹം. കംഫർട്ട് സോൺ, അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, കംഫർട്ട് സോൺ എന്ന് പറയും. ഓരോ മനുഷ്യനും ചില കംഫർട്ട് സോണുകളുണ്ട്, അല്ലേ? കസേര കിട്ടിയാൽ അടുത്ത കംഫർട്ട് സോൺ ഉറങ്ങിപ്പോവും. അതെന്താ? അത് എൻ്റെ ശീലമാണ്. ശീലം കംഫർട്ട് സോണാണ്. ഒന്ന്, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കട്ടിൽ കാണാം, ഒരു ചാരുകസേര കാണും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഉച്ചയ്ക്ക് ചെന്നാൽ ആ ചാരുകസേരയിൽ ഒന്ന് കിടക്കണം. ആഹാ, അറിയാതെ മനസ്സ് എപ്പോഴും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോണിനെ ഉപേക്ഷിക്കുകയാണ് ഗൃഹത്യാഗം എന്നതുകൊണ്ട്. എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മക്കളോടോ മക്കളുടെ മക്കളോടോ, ചില ആളുകളുടെ ജീവിതത്തിൽ അടിമുടി മക്കളെക്കുറിച്ചുള്ള ചിന്തയാണ്. കല്യാണം വരെ ഉള്ളൂ കേട്ടോ അവരുടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. ചിന്തിക്കാൻ വേറെ ആളുകൾ വരുമല്ലോ. അപ്പോൾ അതുവരെ മകനെക്കുറിച്ച്, അയ്യോ എൻ്റെ മകൻ്റെ കഥ കേൾക്കണോ, വേറെ ആരെങ്കിലും മകനെക്കുറിച്ച് നിങ്ങൾ ഞാൻ എൻ്റെ മകൻ്റെ കാര്യം പറയട്ടെ. പറഞ്ഞു ഒരു ദിവസം മകൻ ടാറ്റ പറഞ്ഞു പോകും. അവൻ്റെ കാര്യം നോക്കി പോകുമ്പോൾ എൻ്റെ കംഫർട്ട് സോൺ പോകുന്നു. ഇനി ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കും? ഒരു കാര്യം ചെയ്യാം, മകനെക്കുറിച്ചല്ലേ ചിന്തിച്ചത്, മകനെക്കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങാം. കംഫർട്ട് സോൺ വിടാൻ പറ്റില്ല. നല്ലത് പറയാം, അല്ലെ കുറ്റം പറയാം. പിന്നെ ജീവിതത്തിലെ ബാക്കി 20 കൊല്ലം ആ മകനെക്കുറിച്ച് കുറ്റം പറഞ്ഞിരിക്കും. കാരണം എനിക്ക് വേറൊന്ന് ആശ്രയിക്കാനില്ല. ഞാൻ ഇതുവരെ ശീലിച്ചത് ചിന്ത മുഴുവൻ ഈ പറയുന്ന കംഫർട്ട് സോണിലായിരുന്നു. നമുക്ക് ആ കംഫർട്ട് സോണുകൾ വേണ്ടെന്ന് വെക്കാം. ഏതിനെയാണോ കൂടുതൽ, എന്താ പ്രശ്നം? ഭൗതികമായിട്ടുള്ള ഏതിനെയെങ്കിലും നമ്മൾ ആശ്രയിച്ചാൽ എനർജി പോകും. ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള എന്ത് കാര്യം നിങ്ങൾ ചെയ്തോളൂ, എനർജി നഷ്ടപ്പെടും. വീഗാലാൻഡ് കാണാൻ പോകാം എന്ന് വിചാരിക്കുക. പോയിട്ട് തിരിച്ചു വരുമ്പോഴെങ്ങനെയാണ്? നല്ല എനർജിയാണോ? ആഹാ, എന്താ അമ്മൂമ്മ പൂപ്പനൊക്കെ ഇങ്ങനെ താഴ്ത്തുള്ളി വരുന്നത്? വീഗാലാൻഡ് കണ്ടതിൻ്റെ എനർജിയാണ്. ഒന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ക്ഷീണിച്ച് തളർന്ന, ഇനി എങ്ങോട്ടുമില്ല. എല്ലാ യാത്രകളും നമ്മുടെ തീർത്ഥയാത്രകളൊക്കെ തന്നെ ഭൗതിക പ്രവർത്തനമാണ്. ഒരു തീർത്ഥയാത്രയ്ക്ക് പോയി വന്നു കഴിഞ്ഞാൽ
ഭൗതിക പ്രവർത്തനത്തിൽ ഈ ഊർജ്ജം നഷ്ടപ്പെടാത്ത ഏക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാരി ഇരുന്ന് ആത്മീയ കൃഷ്ണൻ്റെ കാര്യം ആലോചിക്കുക, ഭഗവാന്റെ കാര്യം ആലോചിക്കുക, നാമം ജപിക്കുക. നാമം ജപിച്ചിട്ട് ആരെങ്കിലും പറയാറുണ്ടോ ഇനി കുറച്ച് നേരം കിടക്കണം, എന്താ പറ്റിയ നാമം ജപിക്കുമായിരുന്നു? ഇല്ല, എനർജി കൂടും. കുറേ 100 നാമോ അല്ലെ 150 നാമോ 1000 നാമോ 10,000 നാമോ ജപിച്ച് കഴിയുമ്പോഴേക്കും എനർജി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈശ്വര കാര്യം, ആധ്യാത്മിക കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു നിർവചനം തരുന്നു എന്ന് മാത്രം. എവിടെയാണോ ഊർജം ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ആധ്യാത്മിക കാര്യമെന്നും, ഏതിലാണോ ഊർജം നഷ്ടപ്പെടുന്നത് അതിനെ ഭൗതിക കാര്യമെന്നും പറയുന്നു. അപ്പം ഭാഗവത പ്രഭാഷണമോ ഭൗതികമാണോ ആത്മീയമാണോ? ഇതിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വെള്ളം പോലും കുടിക്കാൻ ചില പറ്റിയെന്ന് വരില്ല. ശബ്ദം അടച്ചു, ഒന്ന് കിടക്കണം. ഭൗതികമാണ്. നിങ്ങൾക്കങ്ങനല്ല. ശ്രവണം ആത്മീയമാണ്. ശ്രവണമെന്ന് പറയുന്ന ആത്മീയമാണ്. ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾക്ക്, ഉറങ്ങുന്നവർക്കാണെങ്കിൽ പോലും കുഴപ്പമില്ല, ഇവിടെ മുൻപിൽ കാലും നീട്ടി വെച്ച് അങ്ങനെ ചാരിയിരുന്ന് ഈ മൂപ്പര് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് എന്നാലോചിച്ചിങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭംഗിയായിട്ട് വിശപ്പ് കൂടും അല്ലേ? ശ്രവണം അതാണ്. ജപം, നാമജപം, ഉപാംശുവായിട്ടുള്ള അല്ലെങ്കിൽ പതുക്കെ ആ ശബ്ദം ഉയർത്താതെയുള്ള നാമജപം, മാനസിക ജപം ഒന്ന് അനുഷ്ഠിച്ച് നോക്കൂ. അത് തികഞ്ഞ ആത്മീയ പ്രവർത്തനമാണ്. മൈക്കിനകത്തൂടെ സഹസ്രനാമം ചൊല്ലി നോക്കൂ, ഭൗതികമാണിത്. കാരണം ഇത് കഴിഞ്ഞാൽ ക്ഷീണമാണ് ഇല്ലേ? നമ്മുടെ ചില നാരായണീയ സമിതികളൊക്കെ ഇല്ലേ, ഒരേ കളറുള്ള സെറ്റ് കൊണ്ടെടുത്ത് വരുന്ന ആളുകളുടെ. അപ്പോൾ അവർ ചെയ്യുന്നത് ആധ്യാത്മിക പ്രവർത്തനമാണോ ഭൗതിക പ്രവർത്തനമാണോ? അത് നമ്മൾ ആ നാരായണീയം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഇന്നെന്താ നേരത്തെ വന്നിട്ട് എവിടെയാണ് കിടന്ന ആ കിടപ്പായി ക്ഷീണമാണ്, എന്താ നാരായണീയം വായിച്ചു. നാരായണീയം വായിച്ചാൽ ക്ഷീണമാകുമോ? നമ്മൾ വീട്ടിലിരുന്ന് തനിയെ നാരായണീയം വായിച്ചു നോക്കൂ, എനർജി കൂടും. അതുകൊണ്ട് നമുക്ക് എനർജി കൂടുന്നത് ഏതാണോ അതിനെ ആധ്യാത്മിക പ്രവർത്തനമെന്നും എനർജി നഷ്ടപ്പെടുന്നതിനെ ഭൗതിക പ്രവർത്തനമെന്നും പറയാം. അതുകൊണ്ടാണ് ഈ പ്രഭാഷണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അഹം വർദ്ധിക്കും. പിന്നെ പോയി വേണേൽ 101 നമസ്കാരമൊക്കെ ചെയ്തല്ലേ നാമം ജപിച്ചിട്ട് വേണം സാധാരണ നിലയിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഗൃഹത്യാഗത്തെക്കുറിച്ചാണ്. അങ്ങനെയുള്ള എല്ലാ കംഫർട്ട് സോണുകളും നമ്മൾ ത്യജിക്കുക മരണത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണ്, അല്ലെ? മരണത്തിനുള്ള തയ്യാറെടുപ്പാണ്. പ്രതിസ്പന്ദ ത്യാഗം മറ്റൊന്ന്. എന്താ ഈ പ്രതിസ്പന്ദ ത്യാഗം എന്ന് പറഞ്ഞാൽ? അഥവാ മറുവാക്കിനെ ത്യജിക്കുക. വാർദ്ധക്യത്തിലെ ചെയ്യേണ്ടതായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. ഒരു 65-70 വയസ്സായിട്ടുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. സുഖം എന്താ ഈ മറുപടി പറയുമ്പം എങ്ങനെയുണ്ട് ചേട്ടാ സുഖമാണോ? ആ സുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ യൗവനത്തിൻ്റെ സ്വഭാവം. അതല്ല വാർദ്ധക്യമാണെങ്കിലോ ഓ ഒരു മൂളൽ, ഒരു ചിരി, അതിലൊതുക്കുക, എനർജി ക്രിയേറ്റ് ചെയ്യുക, നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്ഷീണം തോന്നുന്നത്. എന്താ? അവിടെ പോയി പരിദൂഷണം പറഞ്ഞിട്ടാണ്. പറയരുത്. കാരണം വാക്കെന്ന് പറയുന്നത് എനർജി നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് ഹാപ്പിനെസ് സോണിലേക്ക് വരാനുള്ള വഴി നമ്പർ 1 മിണ്ടുന്നത് കുറയ്ക്കുക, സൈലൻസ്. ഇപ്പോൾ നേരെ തിരിച്ച് എന്നിട്ട് പെട്ടെന്ന് സൈലൻ്റ് ആവണ്ട, അവർ എന്തൊക്കെയോ മറ്റു തെറ്റിദ്ധരിക്കും. മെല്ലെ 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 നമ്മൾ നിശബ്ദതയിലേക്ക്. നിശബ്ദതയ്ക്കുള്ള ഒരു സുഖമാണ്, പ്രത്യേക സുഖമാണ്. ആ കാരണം നിശബ്ദതയിലൂടെയാണ് നമ്മൾ മരണത്തിലേക്ക്, ശാന്തസുന്ദരമായിട്ടുള്ള മരണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നിശബ്ദത വഴിയാണ്. അതല്ലാത്ത ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പുറമേ സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും മരണക്കിടക്കയിൽ കിടക്കുന്നയാൾ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട്. ആ ഉള്ളിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് 2 കൈയും ആഞ്ഞ് അവരുടെയും ഇവരുടെയും കയ്യെ കയറി പിടിച്ചിട്ട് എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്നത് പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ അപ്രകടനമാണ് കൈകളിലൂടെ കാണുന്നത്. ഇവിടെ സൈലൻസ് ഒബ്സർവ് ചെയ്യുന്ന, നിശബ്ദത, മൗനം പരിശീലിക്കുന്ന ആളിന് മെല്ലെ 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 കണ്ണടച്ച് ഉള്ളിലേക്ക് ഉൾവലിയുമ്പോഴേക്കും അവിടെ ഓടക്കടൽ പിടിച്ചിട്ടുള്ള ഒരു ഭഗവാന്റെ നീണ്ട കൈ നമ്മളെ കാത്തിരിക്കുന്നത് കാണാം. വെയിറ്റ് കൃഷ്ണ വരുന്നു, ഞാനിവിടെ വരുന്നു, ഞാനിതൊന്ന് ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ
അങ്ങോട്ട് വരികയാണ്. ആ രീതിയിൽ അപ്പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്, ഇതൊക്കെ ഏകാദശ സ്കന്ധത്തിൽ വേറൊരു ഭാഷയിൽ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നസ്തുവീതന നിന്ദേത കുഴുവത ഗുണദോഷാഭ്യാം വർജത, ഗുണദോഷങ്ങൾ മുഴുവൻ വർജിക്കുക. ആരും നമ്മൾ സ്തുതിക്കേണ്ട ആവശ്യമില്ല, ആരും നമ്മൾ സ്തുതിക്കുന്നതിൽ സന്തോഷിക്കേണ്ടതുമായിട്ടുള്ള ആവശ്യം അല്പം പോലുമില്ല, അല്ലേ? കാരണം ബസ് യാത്രയിൽ ഫാസ്റ്റ് പാസഞ്ചറിൽ ബസ്സിലേക്ക് കയറുന്ന ഒരു പ്രായമായിട്ടുള്ള അമ്മൂമ്മ യാത്ര ചെയ്യുകയാണ്. സ്കൂളിൽ പോകുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാഗുമായിട്ട് കയറി. 2-3 ബാഗ് എന്തോ എക്സ്കർഷന് പോവുകയായിരിക്കാം. ബാഗ് എല്ലാം കൂടി അമ്മൂമ്മയുടെ ശരീരത്തിലേക്ക് ഇട്ടിട്ട് അവരും തിക്കി ഇരുന്നു. നല്ല തടിയുള്ള കുട്ടിയാണ്. അമ്മൂമ്മ ഒരു മൂലയിൽ ഒതുങ്ങി ക്ഷീണിച്ച് അങ്ങ് ഒതുക്കി കൊടുത്തു. അവർക്ക് അനങ്ങാൻ നിവൃത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് പതുക്കെ തോന്നിയോ, ഞാൻ ചെയ്തത് അല്പം അവിവേകമായോ, അപ്പോൾ ഞാൻ ഇരുന്നത് ബുദ്ധിമുട്ടാണോ? അമ്മൂമ്മ ഒരു മറുപടി പറഞ്ഞു, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, കാരണം എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാണ്. മരുമകളാകട്ടെ അയൽവാസികളാകട്ടെ അറിവില്ലാത്ത അല്ലെങ്കിൽ നമുക്കിപ്പോൾ അപരിചിതരായിട്ടുള്ള ആളുകളാവട്ടെ, എന്തെങ്കിലും നമ്മളുടെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ, നമുക്ക് പരാതി തോന്നിയാൽ ഈ വാക്ക് ഉച്ചരിക്കുക, ഒരു കുഴപ്പമില്ല, എനിക്കിവിടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ളതാണ്. അവിടെ സാക്ഷാൽ വൃന്ദാവനപുരം ഗുരുവായൂരപ്പൻ കാത്തു നിൽപ്പുണ്ട്, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുക. മൂപ്പനെ ഷെവർലയിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഏത് തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ തയ്യാറാണ്. ഈ പ്രത്യാശ കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ മരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ചില ടിപ്സ് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇത് നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുക. സർവോപരി യയാതിയുടെ കഥയിലേക്ക് കടന്നു വരികയാണ്. യയാതി ഇതെങ്ങനെ ചിന്തിച്ചോ, ഏത് സമയം യയാതിയുടെ മനസ്സിലേക്ക് ഈ തോന്നലുകൾ കടന്നു വന്നോ, ആ നിമിഷം തന്നെ ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും വിമോചനമാണ് ഭഗവത് ദർശനം. ഭൂതകാലമില്ല, ഭാവികാലവുമില്ല, പ്രസൻറ്റ് ടെൻസ്. ആ വർത്തമാന കാലഘട്ടത്തിൽ എപ്പോൾ നമ്മൾ നിൽക്കുന്നു, ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന് പറയാം. എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല. അവിടെയാണ് നമ്മളീ പറയുന്ന വ്യവസായാത്മിക ബുദ്ധി, തിരിച്ചറിവോടുകൂടി വലിയ പുഴ കടക്കാൻ ചെറിയ തോണി മതി. ആരാ സായിബാബയുടെ ഒരു വാക്കുകളാണ്. വലിയ പുഴ കടക്കാൻ ചെറിയ തോണി മതി, വലിയ ഇരുട്ട് മാറ്റാൻ ഒരു തരി വട്ടം മതി, ജീവിതത്തിലെ പ്രാരബ്ധം മുഴുവൻ മാറ്റാൻ ഒരു നാമം മതി. അത് പറ്റുമോ? സാധ്യമാണോ? നാമജപം കൊണ്ട് ഈ പറയുന്ന ദുഃഖങ്ങൾ മുഴുവൻ മാറ്റാൻ സാധിക്കുമോ? അറിയുന്നവരും പരിശീലിച്ചവരും പറയും അത് സാധിക്കുമെന്ന് പറയും. പരിശീലിക്കാത്തവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും കിട്ടില്ലേ. വേറെ അങ്ങനെ ഒരു മൂല കുത്തിയിരുന്ന് നാമം ജപിച്ചാൽ എങ്ങനെ? നാമത്തിന് ശക്തിയുണ്ടോ? അതെങ്ങനെയാണ്? അതെന്തെങ്കിലും തരത്തിലുള്ള പവർ ജനറേറ്റ് ചെയ്യുമോ? ചൈനീസ് ഭാഷയിൽ ഒരു വാക്കുണ്ട്, കേട്ടിട്ടുള്ളതാണ്, കുങ്ഫു എന്ന് പറയും. എന്താ കുങ്ഫു എന്ന് പറഞ്ഞാൽ? കാലുകൊണ്ടുള്ള തൊഴിയും കൈകൊണ്ടുള്ള അടിയൊക്കെ ആയോധന കലയാണ് കുങ്ഫു. സത്യത്തിൽ കുങ്ഫു എന്ന വാക്കിന് അങ്ങനൊരു മീനിങ് ഇല്ല. ചൈനീസ് ഭാഷയിലെ കുങ്ഫു എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഒന്നിച്ച് ചേരുന്നത്. എന്താ? ക്ഷമ, ഊർജം, സമയം. ഇത് 3 ഒന്നിച്ച് ചേർന്നിട്ടുള്ള കാത്തിരിപ്പിന് പേരാ കുങ്ഫു എന്ന് പറഞ്ഞാൽ. ക്ഷമയോടുള്ള പരിശീലനം ഈസ് കോൾഡ് കുങ്ഫു. ആവർത്തിച്ചുള്ള പരിശീലനം ഈസ് കോൾഡ് കുങ്ഫു. അതെന്താണോ ആവർത്തിച്ച് പരിശീലിക്കുന്നു അതിനെ കുങ്ഫു എന്ന് പറയാം. ആയോധന കല ഇതുപോലെ. നാമജപം കുങ്ഫു ആണ്. എന്ന് വെച്ചാലോ പറയാറുള്ളത് ഇതാണ്. ഒരു കുങ്ഫുവിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 1000 അടവ് പഠിച്ചവനെ പേടിക്കണ്ട, ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്യുന്നവനെ പേടിക്കണം. ആശാൻ പറഞ്ഞു കൊടുക്കുവാണ്. ഒരടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്തവനെ ഭയപ്പെടണം, 1000 അടവുകൾ പഠിച്ചവനെ നോക്കണമെന്നില്ല. ഒരു നാമം വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ ആവർത്തനം കൊണ്ട് തന്നെ എന്തു ചെയ്യും? ഒരു ബ്രെയിനിലൊരു സൈക്കിൾ ഉണ്ടാകും. അതിന് കണക്ഷൻസ് ബന്ധപ്പെടുക എന്ന് പറയുന്നത്. തലച്ചോറിൽ മസ്തിഷ്കത്തിൽ കണക്ഷൻസ് ബന്ധപ്പെടുമ്പോൾ
പിന്നെ എന്തു ചെയ്യും? ഉപബോധ മനസ്സിലേക്ക് ഈ നാമം അങ്ങ് ഇറങ്ങിച്ചെല്ലും. നാമം ഓർഡറാണ്, നാമം ശക്തിയാണ്, നാമം എനർജിയാണ്. നാമത്തിന് സങ്കല്പിക്കാനുള്ള കഴിവാണ്. നാമം എന്താ? നാമം ചൊല്ലുമ്പോഴത്തേക്കും നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ എന്ന് അറിയാതെ നമ്മൾ ചെയ്യുക. അത് രാമരാമയാകട്ടെ, നമശിവായ ആകട്ടെ, അങ്ങനെ ഊർജം. ഇത് പലതവണ ചെയ്യുമ്പോൾ രാമദാസ് പാപ്പ സ്വാമിജി ഇങ്ങനെ പറയാറുണ്ട്, ഒരു ചുറ്റിക എടുത്തിട്ട പാറക്കല്ലിന് ടാഞ്ഞടിക്കുമ്പോൾ അത് പൊട്ടിപ്പോയി എന്ന് വരില്ല. രണ്ടാമതും മൂന്നാമതും നാലാമതും 500-ാമതും 1000-ാമത്തെ തവണയും ചിലപ്പോൾ അടിക്കുമ്പോഴും പൊട്ടിപ്പോയി എന്ന് വരില്ല. 1501-ാമത്തെ തവണ അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാഗം അടന്ന് വീഴും. എന്നാൽ ഈ 1501-ാമത്തെ തവണ മാത്രം അടിച്ചാൽ പോരെ, അതില്ല. ഇതിലേതാണ് പാറക്കല്ലിനെ ഇളക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനാവില്ല. ജപ്പാനിലെ ബാംബു ട്രീ ഒരു തത്വമുണ്ട്. ഉറക്കമാണോ? ആയിരിക്കാം. ജപ്പാനിലെ മുള, ബാംബു ട്രീ എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. അതിൻ്റെ കൃഷിക്കാർ പറയും, അതിൻ്റെ വിത്ത് കൊണ്ട് മണ്ണിനകത്ത് കുഴിച്ചിടണം. കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിക്കണം. എത്ര തവണ വെള്ളം ഒഴിക്കണം? വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വർഷം മുഴുവൻ ചിലപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് വരും. രണ്ടാമത്തെ വർഷം അത് മുളയ്ക്കില്ല. രണ്ടാമത്തെ വർഷവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ വർഷവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. നാലാമത്തെ വർഷവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. അഞ്ചാമത്തെ വർഷവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. ആറാമത്തെ വർഷവും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മുള ഇങ്ങ് പൊട്ടി വരും. ആ മുള പുറത്തേക്ക് വന്നാൽ 3 ആഴ്ചയ്ക്കകം ഈ ബാംബു ട്രീ 90 അടി പൊക്കമുള്ള മുളയായിട്ട് വളർന്നു വരും. 90 അടി, ലക്ഷങ്ങളാണ് വില. 90 അടി നീളമുള്ള ഒരൊറ്റ ബാംബു ട്രീ കൃഷി ചെയ്ത് വളർത്തി ഉണ്ടാക്കാൻ വേണ്ടത് 6 കൊല്ലത്തെ നിരന്തരമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളൊന്നും ചിന്തിക്കണ്ട. നാമജപം ഇതുപോലെയാണ്. ജപിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വല്ല മാറ്റം വല്ലതും ഉണ്ടോ ശരീരത്തിലോ ബാങ്ക് ബാലൻസിലോ? നോക്കുക, ഒന്നുമില്ല. വീണ്ടും നാമം ജപിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് ഘട്ടത്തിലാണെന്നറിയില്ല, ഏത് സന്ദർഭത്തിലാണെന്നറിയില്ല, മനസ്സാകെ ഒരു ശാന്തത നിഴലിക്കും. പിന്നെ ലോകത്ത് നടക്കുന്നതൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. ഗാലറിയിലിരുന്ന് നമ്മൾ സർക്കസ് കാണുന്നത് പോലെ ചുറ്റുമുള്ള ആളുകളൊക്കെ ചിലർ നമ്മളെ ചീത്ത വിളിക്കുന്നു, ചിലർ വന്ന് അഭിനന്ദിക്കുന്നു, ചിലർ കഷ്ടപ്പെടുന്നു, ചിലർ വിഷമം വന്ന് പറയുന്നു, തിരിച്ചൊന്നും മറുപടി പറയുകയില്ല. ചിലർക്ക് നമ്മളെ കണ്ടാൽ ആശ്വാസമായി. മള്ളിയൂരിനെ കാണാൻ 100 കണക്കിന് ആളുകൾ ഭാഗവത ഹംസത്തിനെ കാണാൻ വരുമായിരുന്നു. എന്തിനാണ്? നെച്ചൂർ സ്വാമിയോട് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചു ഒരിക്കൽ, ഇദ്ദേഹത്തെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സന്തോഷവും നിർവൃതിയും ഉണ്ടാകുന്നത്? അതടുക്ക ചെന്നൊന്ന് ഇരുന്ന് നോക്കിയാൽ അറിയാം. അദ്ദേഹം ഒന്ന് ചിരിക്കും. ആ ചിരിയിലുണ്ടാകുന്നത് 70, 80, 90 വർഷത്തെ നാമജപത്തിൻ്റെ ശക്തിയാണ്. അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ എഴുത്തല്ലേ, നമ്മൾ വിഷയങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിനുള്ള പ്രതിവിധി ഒന്നും എഴുതി തരുമോ? തോളത്ത് തട്ടിക്കൊണ്ട് ശരിയാകുമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൈയൊന്ന് കാണിക്കും. പക്ഷേ സത്യം വിധാതും നിജഭൃത്യഭാഷിതം അത്ഭുതകരം. ഒരു വാക്ക് പറഞ്ഞാൽ അത് നടക്കും. ഒരു ചിരി കണ്ടാൽ അതും നിർവൃതി പകരാൻ. അതിനുമപ്പുറം എല്ലാം ശരിയായി എന്നൊരു തോന്നൽ നമ്മളിലേക്ക് ഇറങ്ങി വരും. നാമജപത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ 100 ഇരട്ടി നമ്മൾ എവിടെയാണോ ആ വീട്ടിലുണ്ടാകും. അനുഭവമുള്ള ഒരു കഥയുണ്ട്, അനുഭവത്തിലുള്ളതാണ്. മഹാരാഷ്ട്രത്തിൽ വെച്ചൊരു സ്വാമി ഒരു ഗ്രഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുറി അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഇതെന്താ ഈ മുറിയിൽ? ഇത് മുത്തശ്ശൻ ഇരുന്ന മുറിയാണ്, ഞങ്ങളുടെ ഗ്രാൻഡ് പാ ഇവിടെയായിരുന്നു ഇരുന്നത്. അത് പിന്നെ മരിച്ചതിന് ശേഷം തുറന്നിട്ടില്ല. എന്താ അത്? അതിനകത്ത് കയറാൻ പേടിയാണ് ഞങ്ങൾക്ക്. അല്ല, അതിലെന്താ പറ്റുക? അവിടെ നാമജപം, മൂപ്പര് രാവിലെ ഇരുന്ന് നാമജപമാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ ഇരുന്ന് ജപിക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലിംഗ് അകത്ത്. ചെല്ല് പറയുന്നു അതിനകത്ത് മുത്തശ്ശൻ്റെ പ്രേതം ഇരിപ്പുണ്ടെന്ന്, അതുകൊണ്ട് അടച്ചിട്ടിരിക്കുക. സ്വാമി പറഞ്ഞു, എനിക്കൊന്ന് കയറാൻ പറ്റുമോ? അത് പതുക്കെ മുറി തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ സ്വാമി പറയുകയാണ്, മാറാല പിടിച്ച മുറിയാണ്, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ
ആളുകളോട് പറഞ്ഞു, വിളക്ക് കത്തിച്ച് വെച്ചിട്ടെല്ലാം വീട്ടിലെ അംഗങ്ങളോട് പറഞ്ഞു, ദേ ഇവിടെ വന്നിരിക്കൂ എൻ്റെ കൂടെ, പ്രേതത്തെ ഞാൻ നോക്കിക്കോളാം. അവിടെ വന്ന് 1 മണിക്കൂർ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്? എന്തൊരു വല്ലാത്ത ഫീലിംഗ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. നമുക്ക് ചില വാക്കിന് പേര് പറയാനില്ലാത്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു വല്ലാത്ത ഫീലിംഗ്. സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ്, ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ്, പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും വരുമ്പോൾ ഈ മുറിക്കകത്ത് വന്ന് 10 മിനിറ്റ് ഇരുന്നിട്ട് പൊക്കോളൂ. കാരണം ഒരു ജന്മം മുഴുവനിരുന്ന് നാമം ജപിച്ച മുറിയാണ്, കളയരുതത്. നമുക്ക് ലഭിച്ചിട്ടുള്ള പൈതൃകമത. ഈ ക്ഷേത്ര സന്നിധിയുടെ ചൈതന്യമെന്ന് പറയുന്നത് ഈ ലൈറ്റുകളും മൈക്കും ഒന്നുമല്ല, ആ നാമജപമുണ്ട്. അത് അദൃശ്യമായിട്ട് ഇവിടെ ഒക്കെ ചൂഴ്ന്ന് നിൽപ്പുണ്ട്. ആ നാമജപമാണ് നമ്മളെ തലോടിക്കൊണ്ട് പോകുന്നത്, അതാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. അപ്പോൾ യയാതിയുടെ കഥയിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാകുന്നത്. നഹുഷന് വീഴ്ചയുണ്ടായി, എഴുന്നേക്കാൻ പറ്റിയില്ല. യയാതി അതല്ല, വീണു പക്ഷേ എഴുന്നേറ്റു. വീണിട്ട് എഴുന്നേക്കുന്ന മനുഷ്യൻ അവന് ശക്തി കൂടും, അവന് തിരിച്ചറിവ് കൂടിയിരിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് വീണിട്ടുള്ളവരാണ്, ചിന്തിക്കേണ്ട കാര്യമില്ല. വീണിട്ട് എഴുന്നേൽക്കുന്നവരാകണം നമ്മളൊക്കെ. യയാതിയുടെ കഥയിൽ യയാതി എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത്? പിന്നെ അദ്ദേഹത്തിന് താമസമൊന്നും ഉണ്ടായില്ല, നേരെ മോക്ഷമാർഗത്തിലേക്ക് കടന്നു. ആ ലിബറേഷന് ശക്തി ഉണ്ടായിരുന്നു. ചെറുപ്പ കാലഘട്ടത്തിൽ പഠിച്ചു വെച്ച ആ ഒരു ധർമ്മചര്യ അത് അദ്ദേഹത്തിന് പിന്നെ അന്തിമ കാലഘട്ടത്തിലേക്ക് കൂടെ കൈത്താങ്ങായിട്ട് ഉണ്ടായിരുന്നു. അതാണ് മരണം കടക്കുന്ന, മരണത്തെ കാത്തിരിക്കുന്ന ഘട്ടങ്ങളിലും ഗുരുവായൂരപ്പ നിൻ്റെ ഓടി വന്നിട്ട് നീ എൻ്റെ കയ്യിലൊന്ന് പിടിക്കുന്ന ആ ശക്തിയും ആ ഒരു ചൈതന്യവും ആ ഒരു സന്ദർഭവും ഉണ്ടാകണേ എന്ന്. വിഷമഘട്ടം വരുമ്പോഴേക്കും ഓടിച്ചെന്ന് ഗുരുവായൂരപ്പ പണം എടുത്തുകൊണ്ട് ഓടേണ്ട കാര്യമില്ല. കണ്ണടച്ചിരിക്കുമ്പോഴേക്കും എവിടുന്നോ അദൃശ്യനായിട്ട് നമ്മളെ അടുത്തു വന്നു, നമ്മളെ കൂടെ ഇരുന്ന് വിഷമിക്കേണ്ട കേട്ടോ. ഫ്രണ്ടാണല്ലേ അദ്ദേഹം, നമ്മുടെ കൂട്ടുകാരനല്ലേ അദ്ദേഹം, നമ്മുടെ രക്ഷകനല്ലേ. ഞാനുണ്ട് കൂടെ. ഒരു ഘട്ടം കൂടെ കഴിഞ്ഞിട്ട് നീ വിഷമിക്കേണ്ട കേട്ടോ, നീ ഇല്ല, ഞാനേ ഉള്ളൂ. വിഷമിക്കുന്നത് ഞാനാണ് വിഷമിക്കുന്നത്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. നീ നിന്നെ വരാൻ പോകുന്ന ജീവിതത്തിലെ ഏറ്റവും മഹത്തായ മനോഹരമായ കാലഘട്ടം അതാ മരണം വരികയാണ് നമ്മളിലേക്ക്. ആ മരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. രാവിലെ മുതൽ വൈകുന്നത് വരെ മരണം എപ്പോൾ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാനുള്ള ഘട്ടത്തിലില്ല. മരണത്തിലുള്ള ഒരുക്കം, ജീവിതം സന്തോഷമായിട്ട് ഒരു നിമിഷം പോലും നമുക്ക് പരാതിപ്പെടാതെ ഇതുവരെയുള്ള സർവ്വ അക്കൗണ്ട് ബുക്കുകളും വലിച്ച് കീറിയെടുത്ത് അഗ്നിയിലിടുക. നാളത്തെ രാവിലത്തെ ഗണപതി ഹോമത്തിൽ ഇതുവരെയുള്ള ജീവിതത്തിലെ സകല അക്കൗണ്ട് ബുക്കുകളും മുൻപിലേക്ക് ഹോമിച്ചതിന് ശേഷം കണ്ണടച്ചിരുന്നിട്ട് ഞാൻ ശിവനാണ്, ഞാൻ സാക്ഷാൽ ശിവനാണ്, ഞാൻ മഹാദേവനാണ്, ഞാൻ പരബ്രഹ്മത്തിൻ്റെ അനന്ത ശക്തിയുടെ ഒരു ധാര അല്ലെങ്കിൽ അതിലെ ഒരു കണികയാണ് ഞാനും എന്ന് ചിന്തിക്കുക. ആ ശക്തിയും ചൈതന്യവും നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രന്തിദേവൻ്റെ കഥയുണ്ട്, കൃഷ്ണഭഗവാന്റെ അവതാരത്തിൻ്റെ തുടക്കം ആരംഭമുണ്ട്. ഈ ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കുന്നു പോകുന്നതിന് മുമ്പ് അതിനുശേഷം നമുക്ക് വലിയ വലിയ പ്രധാന ഭാഗങ്ങളൊക്കെ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമുക്കിവിടെ ഇതുവരെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു വന്ന യയാതിയുടെ കഥ ഇവിടെ പരിസമാപിക്കുന്നു. അപ്പോൾ ഈ ഒരു സഭയിൽ പങ്കെടുത്ത എല്ലാവരിലും ഭഗവത് നാമത്തിൽ ചൈതന്യമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, ജീവിതത്തിൽ സമാധാനം എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ. മളിയൂർ തിരുമേനിയുടെ 104-ാം ജയന്തി അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ എൻ അജിതൻ നമ്പൂതിരി അദ്ദേഹത്തിന്
മള്ളിയൂരിൻ്റെ ആദരവ് ഭാഗവത കഥാഗോകുലം ഇപ്പോൾ നൽകുന്നു. മള്ളിയൂർ തിരുമേനിയെ ഏറ്റവും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുവാൻ എൻ അജിതൻ നമ്പൂതിരി അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.